ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ മടിയോ പേടിയോ ഉള്ളവരാണോ നിങ്ങൾ? ഒന്ന് ഉറക്കെ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അറിയാതെ മൂത്രം പോവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഇത് വളരെ ലേറ്റ് സ്റ്റേജിലാണ് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നത് തന്നെ. എന്താണിത്? അറിയാതെ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ ഒരു ട്രെയിനിങ്ങിന്റെ സമയത്ത് അതല്ലെങ്കിൽ നല്ല ഒരു തമാശ കേട്ട് നമ്മൾ ഒന്ന് ഉറക്കെ ചിരിക്കുമ്പോഴൊക്കെ അറിയാതെ ഈ യൂറിൻ പോകുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്നത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ്. SUI എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. എന്താണിത്? ഒരു നോർമൽ മെക്കാനിസത്തിൽ നമ്മുടെ വജൈനൽ ആംഗുലേഷൻ കാരണം യൂറിൻ ബ്ലാഡറിൽ നിന്ന് പുറത്തു പോകുന്നത് പ്രിവെന്റ് ചെയ്യും. പക്ഷെ പല റീസൺസ് കൊണ്ട്, അതായത് ഇപ്പോൾ ഒരു 3 or 4 പ്രസവം കഴിഞ്ഞ ആൾക്കാരിൽ വജൈനൽ ലാക്സിറ്റി അല്ലെങ്കിൽ പെൽവിക് മസിൽസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് അതിന് വീക്ക്നെസ് വരും. പിന്നെ അതുപോലെ തന്നെ പല അസുഖങ്ങളുണ്ട്. ഗർഭാധാനം പുറത്തേക്ക് തള്ളി വരുന്ന പ്രൊലാപ്സ്, അതുപോലെ ഫൈബ്രോയിഡ്, ഇങ്ങനത്തെ ഓരോ റീസൺസ് കാരണം ഈ ആംഗുലേഷൻ നഷ്ടപ്പെടുകയും അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളോ കൊണ്ട് പ്രഷർ കൂടുമ്പോൾ ഈ ബ്ലാഡറിന് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കുറയുകയും ഇത് പുറത്തേക്ക് അറിയാണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്കിതിന് എക്സസൈസസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഒരു പരിധിവരെ ഇതിനെ തടയാൻ പറ്റും. പിന്നെയുള്ളതെന്ന് പറയുന്നത് മെഷ് വെച്ചിട്ടുള്ള സർജറീസും അതുപോലെ തന്നെ കീഹോൾ വഴി ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറീസും അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നത് പലരും ഇത് പറയാതെ വളരെ മടിയോടുകൂടി ഭർത്താവിനോട് പോലും പങ്കുവെക്കാതെ വളരെ ലേറ്റ് സ്റ്റേജ് വരെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത്. ചെറിയ രീതിയിൽ തന്നെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഫലപ്രദമായിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ വിഷയത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.